പറ്റുന്നില്ല. ചെയ്തു കൂട്ടിയ പാവങ്ങൾക്ക് എന്ത് ശിക്ഷ കിട്ടാൻ പോകുന്നോർത്ത് പേടിയാ. ഇനിയെങ്കിലും എനിക്ക് മനസ്സമാധാനം വേണം. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും കോടതിയിൽ ഏറ്റു പറയാൻ പോവാ. അതിന് കോടതി തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങും. കുറഞ്ഞത് ഈ മനസാക്ഷി കുത്തൊന്ന് ഒഴിവാക്കാലോ. മണ്ടത്തരം കാണിക്കരുത്. എന്താടാ, ഞാൻ സത്യം പറഞ്ഞാ നീ ജയിലിൽ പോകുന്നു മനസ്സിലായി അല്ലേ? അതേടാ, ഞാൻ വീഴുമ്പോ നിന്നെയും വലിച്ച് താഴെ ഇടാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതുകൊണ്ട് ഈ നാട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടടാ. എടാ ഗോപാല, മാധവൻ സാറ് പലപ്പോഴും പറയാറുണ്ട്, നീയാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപമെന്ന്. അന്ന് ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തിന് നിന്നോട് അസൂയുള്ളതുകൊണ്ടാ അങ്ങനെ പറയാറുള്ളതെന്നാ. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നീ ആരുടെയൊക്കെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ടോ അവർക്കെല്ലാം നാശം സംഭവിക്കും. അത്രയ്ക്ക് നശിച്ച ജന്മമാണ് നിന്റെ. നിനക്ക് ഞാൻ കാരണം നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എന്ത് നല്ലത് സംഭവിച്ചു എന്നാടാ നീ പറയുന്നത്? നീ തന്ന കാശ് കൊണ്ടാ പ്രീതിയെ കെട്ടിച്ചയച്ചത്. എന്നിട്ടിപ്പോ എന്തായി? അവളുടെ ജീവിതം കൈവിട്ട അവസ്ഥയിലല്ലേ? നാട്ടുകാർ അവളെ കുറിച്ച് പറയുന്ന കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അത് ശരി, നിന്റെ മോളൊരു പിഴയായിട്ട് വളർന്നത് എന്റെ കുറ്റം കൊണ്ടാണോ? നീയൊക്കെ കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന വെറും വൃത്തികെട്ടവനാ. നിന്നെ പോലുള്ള സാത്താന്റെ സന്തതികള് മനംമാറ്റം സംഭവിച്ച് പുണ്യാളനാവാൻ നോക്കരുത്. അത് സാത്താനോട് കാണിക്കുന്ന നെറിയടാ. സാത്താൻ അതിനോട് ക്ഷമിച്ചത് വരില്ല. ഇനി സാത്താൻ ക്ഷമിച്ചാലും ഈ ഗോപാലൻ ക്ഷമിക്കില്ല. ഗോപാൽജി എന്താ ആലോചിച്ചിരിക്കുന്നത്? ഏയ്, ഞാൻ ആ പീതാംബരനെ കുറിച്ചൊന്ന് ചിന്തിക്കായിരുന്നു. അയാൾക്ക് ശത്രുക്കൾക്ക് ഒരു പഞ്ഞമില്ലായിരുന്നു. എനിക്ക് ആ ഹരീഷിന് നല്ല സംശയമുണ്ട്. പ്രീതിയുടെ ഭർത്താവോ? പ്രീതിയുമായിട്ടുള്ള ബന്ധം തകർന്നതിൽ അവന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. സംഗതി ശരിയാ, പക്ഷേ ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും ആ ചെറുക്കനുണ്ടാവില്ല. മാത്രമല്ല, അവന് കൊല്ലാൻ തോന്നേണ്ടത് പ്രീതിയല്ലേ? അവനെ വേണ്ടെന്ന് വെച്ചാൽ അവളല്ലേ? പീതാംബരൻ അവസാന നിമിഷം വരെ അവരെ ഒരുമിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ കൊല ചെയ്യേണ്ട ആവശ്യം ഹരീഷിനുണ്ടോ? അവനല്ലെങ്കിൽ പിന്നെ ആരാ? ഗോപാൽജിയാണോ? നീ അങ്ങനെ സംശയിച്ചെന്നെ ഞാൻ നിന്റെ കുറ്റം പറയില്ല. കാരണം പീതാംബരൻ മരിച്ചുകൊണ്ട് എനിക്കൊരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. സ്ഥിരമായിട്ട് അവന് കാശ് കൊടുക്കുന്ന പരിപാടി അവസാനിച്ചു. മാധവന്റെ മരണത്തെക്കുറിച്ചുള്ള സത്യം പുറത്തു പറയാൻ സാധ്യതയുള്ള അവസാനത്തെ ആളുമില്ലാതായി. പക്ഷേ ഞാനല്ല അയാളെ കൊന്നത്. അത് തെളിയിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. പീതാംബരനെ നീയല്ല കൊന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന പോലെ തന്നെ നീയും എന്നെ വിശ്വസിക്കുകയും നിർത്തിയുള്ളൂ. പക്ഷേ നമ്മൾ തമ്മിലൊരു വ്യത്യാസമുണ്ട് ഗോപാൽജി. ഞാനിതുവരെ ആരെയും കൊന്നിട്ടില്ല. ഗോപാൽജി ഒരാളെ കൊന്ന് അറപ്പ് മാറിയിട്ടുള്ള ആളാ. മാധവൻ സാറിനെ കൊല്ലാൻ കഴിഞ്ഞ ഗോപാൽജിക്ക് പീതാംബരനെ പോലൊരു മോശക്കാരനെ കൊല്ലുമ്പോ കൈവിറക്കില്ല. നീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാമനെ. എനിക്ക് പീതാംബരനെ കൊന്നതുകൊണ്ട് ഉപകാരമുണ്ട്, അത് ചെയ്യാനുള്ള കഴിവുമുണ്ട്. പക്ഷേ അയാളെ കൊന്നത് ഞാനല്ല എന്നുള്ളതാ സത്യം. കുറച്ചു കാലം മുമ്പ് വരെ നീ എന്നെ വിശ്വസിക്കാൻ എന്റെ വാക്ക് മാത്രം മതിയായിരുന്നു. പക്ഷേ ഇപ്പൊ അവസ്ഥ മാറിയല്ലോ. നിന്നെ ബോധ്യപ്പെടുത്തണമെങ്കിൽ തെളിവ് വേണ്ടേ?
അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ഗോപാൽജി തന്നെയല്ലേ? ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട ഗോപാൽജി. എന്നെ ഗോപാൽജിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞപ്പോ എനിക്കും ഇതേ വിഷമം തന്നെ ഉണ്ടായതാ. ശരി, നീ എന്നെ സംശയത്തിന്റെ കണ്ണിലൂടെ തന്നെ നോക്കിക്കോ. പക്ഷേ ഇതിനെല്ലാത്തിനിടയിൽ പീതാംബരനെ കൊല്ലാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരാളെ നീ മറന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കി. ഗോപാൽജി ആരെ പറ്റിയാ സംസാരിക്കുന്നത്? മഹിമയെ പറ്റി. അവൾക്ക് പീതാംബരനോട് അടങ്ങാത്ത പകയുണ്ട്. പ്രതികാരം ചെയ്യാൻ വേണ്ടി നിയമത്തിന്റെ വഴി തിരഞ്ഞെടുക്കാനുള്ള ക്ഷമയൊന്നും അവക്കില്ലെന്ന് നമുക്കറിയാലോ. മാധവിന് നീതി ലഭിക്കാനായി കാര്യങ്ങൾ അവൾ സ്വയം തീരുമാനിച്ചതാണെങ്കിലോ? മഹിമ ഒരാളെ കൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നോട് പകരം വീട്ടാനായിട്ട് എന്റെ പേരക്കുട്ടിയെ കൊന്നവളവള്. ഒരു കുഞ്ഞിനെ കൊല്ലാൻ മനസ്സ് കാണിക്കുന്നവൾക്ക് ഒരു കളവിനെയും കൊല്ലാം. വർഷങ്ങളായി നിന്നോടൊപ്പം നിൽക്കുന്ന എന്നെ സംശയിക്കാൻ നിനക്ക് തോന്നിയ അതേ ബുദ്ധി വെച്ച് നീ മഹിമയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു. എല്ലാ സത്യങ്ങളും നിനക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എനിക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്. കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ അവിടെയുള്ളവർക്ക് സംശയം തോന്നും. നീ ഇവിടെ സൂക്ഷിച്ചു കഴിയണം. ഭക്ഷണം കഴിക്കാൻ പുറത്തൊന്നും പോണ്ട. ആവശ്യത്തിന് വേണ്ടതെല്ലാം ഫ്രിഡ്ജിലുണ്ടാവും. ഞാൻ പോട്ടെ. ശരി ഗോപാൽജി. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട ഭാനു. ഞാൻ മോദിനോട് സംസാരിക്കാം. നമുക്ക് വഴിയുണ്ടാക്കാന്നേ. ആ ശരി ശരി. എന്താമ്മേ? എടാ ഭാനുവാ വിളിച്ചേ. പീതാംബരനെ കൊന്ന കേസിലെ പോലീസ് ഗിരിയെ അറസ്റ്റ് ചെയ്യാൻ വീട്ടിൽ ചെന്നെന്ന്. ഈശ്വര, ഞാനേ ജാമ്യം എടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ലെന്നോ? അവൻ സ്റ്റേഷനിൽ കഴിയട്ടെ എന്നാണോ അമ്മീ പറയുന്നേ? അതൊന്നും അല്ലടാ. ജാമ്യം എടുക്കണമെങ്കിലേ അവൻ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവണ്ടേ? മനസ്സിലായില്ല. പോലീസ് വരുന്നതിന് മുമ്പേ